Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓട്സും വെജിറ്റബിൾസും ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡ്ഡലിയാണ്. ഓട്സ് വെച്ച് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ കുട്ടികൾ പോലും ഇഷ്ടപ്പെട്ട് കഴിക്കും. ഡയറ്റിംഗ് ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ്. വെറുതെ ഓട്സ് വേവിച്ച് കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കിയാൽ വെജിറ്റബിൾസ് ചേരുന്നതുകൊണ്ട് വളരെ പോഷക സമൃദ്ധമാണ്. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത ശേഷം ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇനി ഇതിൽ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഇഡ്ഡലിക്ക് നല്ല കളർ കിട്ടും. ഇനി ഇതുപോലെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാളയുടെ പച്ചമണം മാറുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. ഇനി എരിവിനാവശ്യമായ പച്ചമുളകിടാം. ഇതിനെ ഒന്ന് വഴറ്റിയ ശേഷം ഇതുപോലെ കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 2 ക്യാരറ്റ് തൊലി മാറ്റി കഴുകിയ ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് വഴറ്റണം. ക്യാരറ്റിൻ്റെ പച്ചമണം മാറിയ ശേഷം കുറച്ച് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ പീസാണ്. ഇതും ഒന്ന് വഴറ്റി കൊടുക്കണം. വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ വഴറ്റിയെടുക്കാതെ നേരിട്ട് ഓട്സിൽ ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കാം. വെജിറ്റബിൾസിൻ്റെ പച്ചമണം ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവർക്ക് ഇതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസിൻ്റെ പച്ചമണം മാറുന്നതിന് വേണ്ടി മാത്രമാണ് ഓരോന്നായി ഇട്ട് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഈ വെജിറ്റബിൾസിനെ മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം അതിൽ 1.5 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. ഇത് സാധാരണ പോറിഡ്ജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തരം ഓട്സ് ആണ്. ഇതുണ്ടാക്കാനായിട്ട് ഏത് തരം ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം. അതിനുശേഷം 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം 2 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് ഓട്സ് ഒന്ന് കുതിർന്നു വരും. 2 മിനിറ്റിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഓട്സ് കുതിർന്ന് ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് മിക്സ് ചെയ്യണം. വെജിറ്റബിൾസ് ഇതുപോലെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് തൈര് കൂടി ചേർക്കണം. തൈര് കൂടി ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. അധികം പുളിച്ചു പോകാത്ത തൈരാണ് ഇതിന് നല്ലത്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യണം. ഇതിൽ സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇഡ്ഡലി തട്ടിൽ എണ്ണ തേച്ച ശേഷം കുറേശ്ശെ മാവ് വെച്ച് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം തിളച്ച ശേഷം 10 മിനിറ്റാണ് ഞാൻ വേവിക്കുന്നത്. ഇഡ്ഡലി ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇനി തണുക്കാനായി മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത ശേഷം ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നന്നായി ഇളകി വന്നിട്ടുണ്ട്. വളരെ ഹെൽത്തിയായ ഓട്സ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.